ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഒരു 4:45 ആവുന്ന സമയത്താണ് കേട്ടോ നമ്മൾ അടുക്കളയിലോട്ട് പോയ സമയത്ത് പ്രത്യേകിച്ച് ഒരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി നമ്മൾ കുറച്ച് ഫ്രോസൺ ചെയ്ത് വെച്ചത് കാരണം പിന്നെ പണികളൊന്നും ഇല്ലയെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ചിക്കൻ കുറച്ച് ഫ്രിഡ്ജിൽ ഫ്രൈ ആക്കിയതിരിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് നമുക്ക് ബോണ്ട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ബോണ്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉമ്മ അതിനുള്ള കാര്യങ്ങളൊക്കെ ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മസാലയാണ് റെഡിയാക്കേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതും കൂടി ഷെയർ ചെയ്യാം. ഒരു പാൻ വെച്ച് കൊടുക്കുക. അതിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം 2 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായി വഴങ്ങി വരുന്ന സമയത്ത് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വഴങ്ങി വന്നാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂണ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം കൈകൊണ്ട് നമ്മൾ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ്, ഒരു 2 ഉരുളക്കിഴങ്ങുണ്ട് കേട്ടോ. അതുകൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ ബോണ്ടയ്ക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് ഇതൊരു മാറ്റി വയ്ക്കാം. ഇന്നേക്ക് നോമ്പ് തുറക്കി നമ്മൾ സർബത്താണ് കലക്കണത്. വീട്ടിലുണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഞങ്ങൾക്കുള്ള സർബത്ത് ആദ്യം തന്നെ ഒന്ന് കലക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുകയാണ്. ഞാൻ നാരങ്ങ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നാരങ്ങ ചേർത്താൽ ചിലപ്പോൾ കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം നോമ്പ് തുറക്കുന്നതിന് മുന്നായിട്ടാണ് നാരങ്ങ ചേർക്കുന്നത്. ഇപ്പോൾ സർബത്ത് മാത്രം ചേർത്തിട്ട് നല്ലപോലെ തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട്. അതൊന്ന് റെഡിയായി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോണ്ടയ്ക്കുള്ള മസാല ചൂടാറിയിട്ടുണ്ട്. ഞാൻ അപ്പോൾ കറക്റ്റായിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് ഒന്ന് പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാവും കൂടി വരുന്ന സമയത്ത് ഇത് ഭയങ്കര വലുതാവും. അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ബോൾസാണ് നമ്മൾ പിടിച്ചെടുക്കുന്നത്. ഇന്ന് വളരെ സ്പെഷ്യൽ കൂടിയാണ് കേട്ടോ. മോൻ്റെ ഇഷ്ടത്തിനാണ് വെച്ചിട്ടുള്ളത്. മോന് നോമ്പുണ്ട്. അപ്പോൾ അവന് സ്കൂളിൽ പോയിട്ട് ഭയങ്കര ടയേർഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റായിട്ടാണ് നോമ്പ് എടുക്കുന്നത്. അവൻ്റെ ഫസ്റ്റത്തെ നോമ്പാണ്. അവനിക്ക് നോമ്പ് തുറക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയിട്ടോ. പിന്നെ ഞാനിതാ ചിക്കൻ പോപ്സിക്കിൾസാണ് പൊരിച്ചെടുക്കുന്നത്. അതും ഉണ്ടായിരുന്നു. പിന്നെ ഇതാ അമ്മ ബോണ്ട പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജ്യൂസ് അടിക്കുന്ന ടൈമിൽ ഉമ്മ ബോണ്ടയും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഉപ്പിയും മോനും കൂടി വന്നിരുന്നിട്ടുണ്ട് കേട്ടോ. അവനിക്ക് ഒരേ ബേജാറായിരുന്നു. അങ്ങനെ അവർ 2 പേരും വന്നിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മോളും ഇരുന്നു. പിന്നെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. ഡേറ്റ്സ്, അതുപോലെ തന്നെ ബോണ്ട, പിന്നെ സർബത്ത്, പിന്നെ നമ്മളുടെ ചിക്കൻ പോപ്സിക്കിൾസും, പിന്നെ അതുപോലെ തന്നെ മാംഗോ ജ്യൂസും ആയിരുന്നു. പിന്നെ നോമ്പ് തുറക്കാൻ സമയമായി. നമ്മൾ നോമ്പ് തുറന്നു കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാഹ് നല്ലപോലെ രണ്ടാമത്തെ നോമ്പ് തുറന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.